ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ജഗത്രയാന്തോദധി സംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാത് വിനിർഗതോജസ്ത്വിതി വാങ്നവൈമൃഷ കിം തീശ്വര ത്വന്ന വിനിർഗതോസ്മി. ജഗത്രയാന്തോദധി സംപ്ലവോദേ. ജഗത്രയാത് ജഗത്രയ അന്തോദധി സംപ്ലവോദേ. ജഗത്രയ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളുടെ അന്തഃ, അതിൻ്റെ അവസാനത്തിൽ, അതിൻ്റെ നാശത്തിൽ, ഉദധി സംപ്ലവോദേ സമുദ്രങ്ങളുടെ സമ്മേളനം, സംപ്ലവോദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂടിച്ചേരൽ നിമിത്തമായുണ്ടായ ജലത്തിൽ നാരായണസ്യോദരനാഭിനാളാത്, നാരായണസ്യ ഉദരനാഭിനാളാത്, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെയുള്ളത്. നാരായണസ്യ നാരായണൻ്റെ ഉദരനാഭിനാളാത്, ഉദരത്തിലുള്ള നാഭിയുടെ നാളത്തിൽ നിന്ന് വിനിർഗതോജസ്ത്വിതി, വിനിർഗതഃ അജഃ, വിനിർഗതഃ അതഃ അജഃ തു ഇതി, ഇങ്ങനെ 4 വാക്കുകളാണ് അവിടെ വരുന്നത്. വിനിർഗതഃ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക, അതിൽ നിന്നും ഉണ്ടാകുക. എന്താ? ഭഗവാന്റെ നാഭിയുടെ നാളത്തിൽ നിന്നും ഉണ്ടായതാണ്. ആര്? അജഃ, ബ്രഹ്മാവ്. തു, ആ ബ്രഹ്മാവാകട്ടെ ഈ ഭഗവാന്റെ ഉദരത്തിലുള്ള നാഭി നാളത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇതി എന്ന വാങ് ന വൈമൃഷ, വാങ് എന്ന് പറഞ്ഞാൽ എന്ന വാക്ക്, എന്ന കേൾവിയുണ്ടല്ലോ. ന വൈ മൃഷ, മൃഷ എന്ന് പറഞ്ഞാൽ കള്ളം. ന വൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളത് നിശ്ചയമാണ്. അതൊരു കളവല്ല. ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഉദരത്തിൽ ആ നാഭീനാളത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കേൾവിയുണ്ടല്ലോ, അത് വെറും കളവല്ല, ഞാൻ അങ്ങയുടെ പുത്രൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവ് ഇവിടെ ഭഗവാനോട് പറയുകയാണ്. കിം തീശ്വര ത്വന്ന വിനിർഗതോസി. കിം ത്വം ഈശ്വര, കിം തു ഈശ്വര ത്വം ത്വത ന വിനിർഗതഃ അസ്മി. ഇങ്ങനെയാണ് അവിടെ പദങ്ങൾ വരുന്നത്. കിം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇവിടെ എന്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലല്ല, അല്ലാതെ, അങ്ങനെയല്ലാതെ മറ്റൊന്നില്ലല്ലോ. അതായത് ഞാൻ അങ്ങയുടെ പുത്രൻ തന്നെ ആണല്ലോ എന്ന് ബ്രഹ്മാവ് ഇവിടെ സമർത്ഥിക്കുകയാണ്. ത്വം ഈശ്വര, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈശ്വര എന്ന് പറഞ്ഞാൽ സർവ്വതിൻ്റെയും നിയന്താവായിട്ടുള്ള അല്ലയോ ഭഗവാനെ, സ്വാമി, അവിടുന്ന് ത്വത ന വിനിർഗതഃ അസ്മി. ത്വത അങ്ങയിൽ നിന്ന്, ന വിനിർഗതഃ അങ്ങയിൽ നിന്നല്ലാതെ ഞാൻ എവിടെ നിന്ന് പുറപ്പെട്ടവനാണ്? ഞാൻ അങ്ങയിൽ നിന്ന് തന്നെ പുറപ്പെട്ടവനാണ്. അസ്മി എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, ഞാൻ, എല്ലാവരും പറയുന്നുണ്ടല്ലോ അങ്ങയുടെ നാഭിനാളത്തിൽ നിന്നും പുറപ്പെട്ടവനാണ് ഞാനെന്നൊരു കേൾവിയുണ്ടല്ലോ ഭഗവാനെ. അത് വെറും വാക്കല്ല, അത് കളവല്ല, അത് തന്നെയാണ് സത്യം. ഞാൻ അങ്ങയുടെ പുത്രൻ തന്നെയാണ്. അങ്ങനെ അല്ലാതെ ഞാൻ എവിടെ നിന്നുണ്ടാകാനാണ്? അങ്ങാണ് ആദി പുരുഷനായിട്ടുള്ളത്, ആദിയിലുണ്ടായിരുന്നത് അങ്ങ് മാത്രമാണ്. അപ്പോൾ അങ്ങയിൽ നിന്നല്ലാതെ ഞാൻ എങ്ങനെ ഉണ്ടാകാനാണ്? അപ്പോൾ അങ്ങയിൽ നിന്ന് തന്നെയാണ് ഭഗവാനെ, സകലതിൻ്റെയും നിയന്താവായിട്ടുള്ള ഭഗവാനെ, അങ്ങയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉണ്ടായത്. അങ്ങയുടെ പുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, പുത്രൻ ഒരു അവിവേകം കാണിച്ചാൽ ആ പുത്രൻ്റെ സൃഷ്ടാക്കളായിട്ടുള്ളവർ എപ്രകാരമാണോ അതിനോട് ക്ഷമിക്കുന്നത്, അതിനെ ഒരു പാതകമായി കാണാത്തത്, അതേപോലെ ഇവിടെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, ഞാൻ അങ്ങയുടെ പുത്രഭാവത്തിലുള്ളവനാണ്. അതുകൊണ്ടല്ലയോ ഭഗവാനെ, എൻ്റെ അവിവേകമാണ് ഞാൻ ഈ ചെയ്തതൊക്കെ.
അങ്ങ് പൊറുക്കേണമേ. ഈ 3 ലോകങ്ങളും നശിച്ചാലും ആ നശിക്കുന്ന പ്രളയത്തിൽ സകല സമുദ്രങ്ങളും ഒന്നായി ചേർന്ന് മുഴുവനും ജലം മാത്രമായി ഭവിക്കുന്ന ഒരവസ്ഥയിലും ആ ഏകാർണവജലത്തിൽ ശയിക്കുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. അതുകൊണ്ടാണല്ലോ ഭഗവാനെ നാരായണൻ എന്നും നാരത്തിൽ ശയിക്കുന്നവൻ അല്ലെങ്കിൽ ജലശായി എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ആ ജലത്തിൽ ശയിക്കുന്നതായിട്ടുള്ള നാരായണനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ആ ഉദരനാഭിയിൽ നിന്നും പുറപ്പെട്ട ആ നാളത്തിൽ നിന്ന് തന്നെയാണ് ഭഗവാനെ ഈ ഉള്ളവൻ സൃഷ്ടിക്കപ്പെട്ടത്, ജനിച്ചത്. അത് ലോകത്തിലൊക്കെ കേൾവി കേട്ടതാണ്. അത് വെറും വാക്കല്ല, അത് കളവല്ല, ഒരു പൊളിവാക്കല്ല ഭഗവാനെ. ഞാൻ അങ്ങയുടെ തന്നെ പുത്രനാണല്ലോ എന്ന് ബ്രഹ്മാവിവിടെ ഭഗവാനോട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജഗത്രയാന്തോദധിസംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാത് വിനിർഗതോജസ്ത്വിതി വാങ്നം വൈമൃഷ കിം തീശ്വര ത്വന്ന വിനിർഗതോസ്മി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ 2 പാദങ്ങളും, ആദ്യത്തെ പാദം മുഴുവനായും രണ്ടാമത്തെ പാദം മുഴുവനായും സമസ്തപദമാണ്. കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. ജഗത്രയാന്തോദധിസംപ്ലവോദേ, അതുപോലെ നാരായണസ്യോദരനാഭിനാളാത്, നാരായണസ്യ ഉദരനാഭിനാളാത്, അങ്ങനെയാണ് വാക്കുകൾ, പദം പിരിക്കണ്ട. കഴിയുന്നതും ചേർത്ത് തന്നെ അത് വായിക്കുക. അടുത്ത 3ാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ വിനിർഗതോജസ്ത്വിതി, അവിടെ ഗ കൂട്ടക്ഷരമാണ്. അതുപോലെ വിനിർഗത അജ ആണ്, പക്ഷെ അവിടെ പദം പിരിക്കേണ്ട, വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഓകാരം നീട്ടിയെടുക്കുക. വിനിർഗതോജസ്ത്വിതി അങ്ങനെ എടുക്കുക. അതുപോലെ അവസാനം വിനിർഗതോസ്മി, അവിടെയും വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഓകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. നാരായണസ്ത്വം നഹി സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി നാരായണോംഗം നരഭൂജലായനാത്തച്ചാപി സത്യം ന തവൈവ മായാം. നാരായണസ്ത്വം നഹി ആത്മാസ്യധീശാഖിലലോകസാക്ഷി. നാരായണസ്ത്വം, നാരായണത്വം, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ. അല്ലയോ ഭഗവാനെ, അങ്ങനെ നാരത്തിൽ ശയിക്കുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ന ഹി സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി. ന ഹി, ഇവിടെ അങ്ങ് ആ നാരായണൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സർവദേഹിനാം, ഇവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. സർവദേഹിനാം ആത്മാ അസി അധീശ അഖിലലോകസാക്ഷി, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട്. സർവദേഹിനാം, സർവപ്രാണികളുടെയും ആത്മാവായി, അസി എന്ന് പറഞ്ഞാൽ അങ്ങ് ഭവിക്കുന്നു, അങ്ങനെയായി തീരുന്നു അല്ലയോ ഭഗവാനെ. അധീശ, അല്ലയോ അങ്ങനെ വർത്തിക്കുന്നതായിട്ടുള്ള ഭഗവാനെ. അഖില ലോകസാക്ഷി, സകല ലോകത്തിനും സാക്ഷിയായിരിക്കുന്നവനായിട്ടുള്ള, സകല ലോകത്തെയും കാണുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. അവിടുന്ന് നാരായണോംഗം നരഭൂജലായനാത്. നാരായണോംഗം, നാരായണ അംഗം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. നാരായണോംഗം, നാരായണ, നാരായണനായിരിക്കുന്നതും, അംഗം എന്ന് പറഞ്ഞാൽ അംഗം തന്നെ, അങ്ങയുടെ അംഗം. നരഭൂജലായനാത്തച്ചാപി, നരഭൂജലായനാത്ത് തത് ച അപി, ഇങ്ങനെ 3-4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. നരഭൂജലായനാത്ത്,
ഭഗവാനെ ആ പരമാത്മാവിൽ നിന്ന് ഭൂവായിട്ടുള്ള സംഭവിച്ചതായിട്ടുള്ള ജലായനാഥ്, ജലത്തിൽ ശയിക്കുന്നവനെന്ന ഹേതുവായിട്ട് നാരായണനായിരിക്കുന്നതും അതേപോലെ തന്നെ അങ്ങയുടെ തതച്ച അപി, തതച്ച അതാവട്ടെ സത്യം ന തവൈവമായ, തവ ഏവമായ, സത്യം ന എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമല്ല, അത് തവ ഏവമായ അങ്ങയുടെ മായ മാത്രമാകുന്നു. അതായത് ഈ കാരണജലത്തിൽ ശയിക്കുന്നവനായിട്ടുള്ള നാരായണൻ തന്നെയാണ് ഭഗവാനെ ഇങ്ങനെ നരനാരായണന്മാരായി അവതരിച്ചതും, അതേപോലെ തന്നെ ഭഗവാനെ ഇപ്പോൾ ഈ ഗോകുലത്തിൽ ഗോപാലകനായ കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അവിടുന്നാകട്ടെ സകല പ്രാണികളുടെയും ഉള്ളിൽ ആത്മാവായി വിലസുന്നു, അഖില ലോകത്തിനും സാക്ഷിയായി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ അംഗങ്ങൾ തന്നെയാണ് ഈ സർവപ്രപഞ്ചവും. ഇത് ഈ പ്രപഞ്ചമൊക്കെ സത്യമെന്ന് പറയുക വയ്യ, ഇതും അങ്ങയുടെ മായയാകുന്നു. സർവദേഹികളുടെയും ആത്മാവായി ഭവിക്കുന്ന നാരായണൻ അത് അവിടുന്ന് തന്നെയാണ്. നാരത്തിൽ ശയിക്കുന്ന നാരായണൻ അതും അവിടുന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചമായി വിശ്വമായി സൃഷ്ടികളെ ഓരോന്നും തൻ്റെ തന്നെ അംഗങ്ങളിൽ നിന്നും ചെയ്ത ഭഗവാൻ, ആ ഈശൻ അതും അവിടുന്ന് തന്നെയാണ്. ഇതെല്ലാം ഒരു മായയാണ്, ഒക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന, ഇതിൽ ഭ്രമിപ്പിക്കുന്ന ഒരു മായ മാത്രമാണ് ഭഗവാനെ. ഇതും അവിടുത്തെ ഒരു മായാവൈഭവമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിലും തൻ്റെ സൃഷ്ടികളെ ഭ്രമിപ്പിക്കുന്നതും ആ മായയുടെ വൈഭവം ഒന്നുകൊണ്ട് തന്നെയാണ് എന്ന് പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നാരായണസ്ത്വം നഹി സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി നാരായണോംഗം നരഭൂജലായനാത്തച്ചാപി സത്യം ന തവൈവമായ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സർവദേഹിനാം എന്നവിടെ എടുത്തുകൊണ്ട് ആത്മാസ്യധീശാഖില ലോകസാക്ഷി എന്ന് വായിക്കുക. കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇവിടെ സർവദേഹിനാമാത്മാസ്യധീശാഖില ലോകസാക്ഷി ചേർത്ത് വായിക്കുമ്പോൾ ദേഹിനാമാത്മാസി, അവിടെ മായയുടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ആത്മാസി അധീശ, സ്യായുടെ അകാരം ശ്രദ്ധിക്കുക. അഖില ലോകസാക്ഷി, അവിടെയും അകാരം ശ്രദ്ധിക്കുക. പിന്നെ നാരായണോംഗം, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഗായാണ്, കകാരം വരരുത്, ഗകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത നരഭൂജലായനാത്തച്ചാപി, അവിടെ അതും കഴിയുന്ന ചേർത്ത് വായിക്കുക. അവിടെ എടുക്കുമ്പം താ കൂട്ടക്ഷരമാണ്, ച കൂട്ടക്ഷരമാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.